ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പകർച്ചവ്യാധികളും ഏകാരോഗ്യ സമീപനവും അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില തോട്ട്സുകളാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പകർച്ചവ്യാധികളിൽ ഇപ്പോഴും വരുന്ന ചില ട്രെൻഡ്, മാറി വരുന്ന സവിശേഷതകൾ. വി ആർ നോട്ട് സീയിങ് ദ സോർട്ട് ഓഫ് എപ്പിഡമിക്സ് ഓർ പാൻഡമിക്സ്. Even when we are looking at pandemics also, we can see that the present day pandemics are totally different from the earlier ones. And it's predicted that in the coming years, we have to face this sort of high impact pandemics. So how prepared we are and what are the ways to move ahead. So അങ്ങനെയുള്ള സ്ഥായിയായ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ അടുത്ത ഒരു തലത്തിലോട്ട് പോകുന്നത്. നാലാമതായി, വാട്ട് ഈസ് വൺ ഹെൽത്ത് ഓ ഏകാരോഗ്യം സമീപനത്തിന്റെ പ്രസക്തി. പകർച്ചവ്യാധികളായ അസുഖങ്ങൾ ഒരുപക്ഷെ 2 വർഷം മുമ്പ് പരിഷത്ത് രോഗാതുരതയെ കുറിച്ചൊരു സെമിനാർ നടത്തുകയായിരുന്നെങ്കിൽ പകർച്ചവ്യാധികൾക്ക് തരുന്ന സ്ലോട്ട് ഏറ്റവും അവസാനമായിരുന്നേ. പക്ഷേ താങ്ക്സ് ടു കോവിഡ്, അങ്ങനെ പറയുമ്പോൾ എല്ലാവരും മുഖം ചുളിക്കുന്നുണ്ടാവും. പക്ഷേ COVID-19 പാൻഡമിക് നമ്മളെ ആകെ എന്ന് പറയുമ്പോൾ എൻ്റെ ജനസമൂഹത്തിന് തന്നെ അത് കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് മറ്റേത് എപ്പിഡമിക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. പകർച്ചവ്യാധികൾ കൊണ്ടുള്ള മരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ട്യൂബർക്കുലോസിസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണത്തിന് കാരണമാകുന്ന ഒരു പകർച്ചവ്യാധി അസുഖമാണ് ട്യൂബർക്കുലോസിസ്. അതിന്റെ വ്യാപ്തി നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് 1 മില്യൺ ആൾക്കാരാണ് ഒരു വർഷം മരിക്കുന്നത്. നമ്മൾ NCD നോക്കിക്കഴിഞ്ഞാൽ 41 മില്യൺ ആണ് മരിക്കുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പകർച്ചവ്യാധികളുടെ മരണസാധ്യത, മരണത്തിന്റെ തോത് അത്രയില്ല. എന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് നമ്മൾ കോവിഡിൽ കണ്ടു, സിക്കയിൽ കണ്ടു, നമ്മൾ നിപ്പ രോഗങ്ങൾ കണ്ടു. ഈ വരുന്ന പകർച്ചവ്യാധികളോ പണ്ട് കണ്ടുവന്നിരുന്ന പാൻഡമിക്സുകളോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇബോള കണക്കുള്ള എപ്പിഡമിക്സിന്റെ പൊട്ടൻഷ്യൽ അതൊന്നും വിഭിന്നമാണ്. കാരണം ഇത് നമ്മുടെ മൊത്തം ജനസമൂഹത്തിന്റെ, നമ്മുടെ ജീവിത വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നതായി മാറിക്കഴിഞ്ഞു പകർച്ചവ്യാധികൾ. ഒരു കാലത്ത് വെസ്റ്റേൺ കൺട്രീസിൽ അവര് പകർച്ചവ്യാധികൾ ഒരു 1970s പകർച്ചവ്യാധികൾ ഇനി ഒരു പ്രശ്നമേ ആകില്ല, പകർച്ചവ്യാധികൾ ഒരു ട്രോപ്പിക്കൽ ഡിസീസ് അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന നിലയിൽ അവിടുത്തെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ പുനർനാമകരണം ചെയ്തു ട്രോപ്പിക്കൽ ഡിസീസ് എന്ന്. കാരണം നമ്മുടെ പ്രശ്നമല്ല, അത് വികസിതം അല്ലാത്ത രാജ്യങ്ങളുടെ പ്രശ്നമാണെന്ന് ധാരണയിലായിരുന്നു. പക്ഷെ ഇന്ന് ലോകം ഉണർന്നു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ളത് അമേരിക്കയിലാണ്. കാരണം അവിടെ രോഗാതുരമായ സൊസൈറ്റിയിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ട് അല്ലെങ്കിൽ എൽഡർലി കെയർ ആണ്, മൾട്ടിമോബിലിറ്റി ഉള്ള ഒരു ജനത ഉണ്ടായിരുന്നു. അവിടെ കോവിഡ് കണക്കുള്ള മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരി വരുത്തിവെച്ച പ്രശ്നങ്ങൾ, ഈ പകർച്ചവ്യാധി അല്ലെങ്കിൽ COVID-19 പാൻഡമിക് നമ്മൾ അതിജീവിച്ചു എന്ന്. എവിടെ അത് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായിട്ടില്ല. പോസ്റ്റ് കോവിഡിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. കോവിഡ് മൂലം പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത് ഹെൽത്ത് സിസ്റ്റത്തിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടില്ല. ഏത് പാൻഡമിക്കും, ഇപ്പൊ സ്പാനിഷ് ഫ്ലൂ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിൽ ഹെൽത്ത് വർക്കേഴ്സ് മരിക്കുന്നുണ്ട്. 2 to 3% ഹെൽത്ത് വർക്കേഴ്സ് മരിക്കുന്ന ജനറൽ പോപ്പുലേഷനിൽ ഒരു 0.25% ആണ് അഫക്റ്റഡ് ആകുന്നെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിൽ 2 മുതൽ 3 മടങ്ങ് വരെ പ്രവർത്തകർ മരണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ അത്ര പ്രത്യക്ഷമായിരിക്കില്ല, പക്ഷെ മറ്റു പല വികസിതമല്ലാത്ത പല രാജ്യങ്ങളിലും അവിടുത്തെ ഹെൽത്ത് ഫോഴ്സ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരം ഒരു മഹാമാരിയിൽ എങ്ങനെയാണ് ഗവൺമെന്റുകൾ, ഹെൽത്ത് സിസ്റ്റംസ് പ്രവർത്തിച്ചത് എന്നുള്ളത് ജനങ്ങളുടെ ഹെൽത്ത് സിസ്റ്റത്തിനുള്ള വിശ്വാസ്യത, ദ സോഷ്യൽ ട്രസ്റ്റ് ഓർ ദ ട്രസ്റ്റ് ഓവർ ദ ഹെൽത്ത് സിസ്റ്റം ദാറ്റ് വാസ് അഫക്റ്റഡ്. സോ വി ഹാവ് ടു റീഗെയിൻ ദാറ്റ്. അങ്ങനെ ഒരു പകർച്ചവ്യാധി അതിന്റെ അക്യൂട്ട് ഫേസ് മാത്രമല്ല, തുടർ പ്രക്രിയകൾ കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് HIV/AIDS നോക്കാം. 2 ദശാബ്ദ വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് 80 മില്യൺ ആൾക്കാര് മരണപ്പെട്ടു. ഇപ്പോഴും ഏതാണ്ട് 38 മില്യൺ ആൾക്കാര് ആ രോഗമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ART ചികിത്സയുണ്ട്. ഇപ്പം മരണം നമുക്ക് കുറച്ചധികം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 ലക്ഷത്തോളം മരണമാണ് വർഷത്തോളം ഉണ്ടാകുന്നത്. നമ്മുടെ മലേറിയ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട്
240 മില്യൺ ആൾക്കാർക്ക് അത്രയും ഇൻഫെക്ഷൻ ഒരു വർഷം ഉണ്ടാകുന്നുണ്ട്. മരണം ഏതാണ്ട് 6.5 ലാക്സ് അത്രയാണ് വരുന്നത്. ഈ രോഗങ്ങളെല്ലാം, ഈ 3 രോഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം നമുക്ക് ഇന്ത്യയിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിശേഷം ട്യൂബർകുലോസിസിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആഫ്രിക്കൻ കൺട്രികളും പിന്നെ ഇന്ത്യ ആണുള്ളത്. ചൈന പോലും അവരുടെ രോഗാതുരത കുറച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അത് പോയിന്റ് ചെയ്യുന്നത് ട്യൂബർകുലോസിന് എന്തെങ്കിലും ഫലപ്രാപ്തിയിലുള്ള ചികിത്സ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതിന്റെ വേണ്ട റിസർച്ച് നടക്കണം എന്നാണ്. കോവിഡ് നോക്കൂ, വിത്തിൻ 2 വീക്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിത്തിൻ നോ ടൈം വാക്സിൻ വാസ് മെയ്ഡ് അവൈലബിൾ. പക്ഷെ എന്തുകൊണ്ട് ട്യൂബർകുലോസിന് സംഭവിക്കുന്നില്ല? അത് വികസിത രാജ്യങ്ങളെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രധാന പ്രശ്നം. ഇനി പകർച്ചവ്യാധികള് മൊത്തത്തിൽ പകരുന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് കൊണ്ട് പകരുന്ന പകർച്ചവ്യാധികൾ അധികമുണ്ട്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് നമ്മൾ ഫോമേറ്റ് ട്രാൻസ്മിഷൻ ആയിട്ട് പകരുന്നവയുണ്ട്. നമുക്ക് വെക്ടർ ബോൺ ഷഡ്പദങ്ങൾ വഴി പകരുന്ന രോഗങ്ങളുണ്ട്. ആഹാരം വഴി പകരുന്ന രോഗങ്ങളുണ്ട്. വാട്ടർ ബോൺ വഴി പകരുന്ന രോഗങ്ങളുണ്ട്. ഇതിൽ ഷഡ്പദങ്ങൾ വഴി പകരുന്ന രോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിലും നല്ലൊരു പെർസെൻറ്റേജ് വരുന്നത് സൂണോസിസ് ജന്തുജന്യ രോഗങ്ങളെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന സൂണോസിസ് ആണ്. നമ്മുടെ പ്രാചുര്യത്തിലുള്ള ഇൻഫെഷ്യസ് എൻറ്റിറ്റികളിൽ 60% സൂണോസിസ് ആണ്, ജന്തുജന്യ രോഗങ്ങളാണ്. അതുപോലെ തന്നെ റീ എമേർജിങ് ഇൻഫെക്ഷൻസിൽ ഏതാണ്ട് 75% ജന്തുജന്യ രോഗങ്ങളാണ്. ഈ ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ രോഗത്തിനെ ഇൻക്ലൂഡിങ് നമ്മുടെ COVID-19 ജന്തുജന്യ രോഗമാണ്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പലവിധ പകർച്ചവ്യാധികൾ, ഏതാണ്ട് 150ഓളം രോഗാണുക്കളാണ് നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനവും ജന്തുജന്യ രോഗങ്ങളാണ്. ജന്തുജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രോഗാണു മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലുണ്ട്, അതുപോലെ പല ഷഡ്പദങ്ങളിലുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് ആ രോഗത്തെ നമ്മൾ അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മാൾ പോക്സ് അല്ലെങ്കിൽ റിൻഡർപെസ്റ്റ് ഒക്കെ നിവാരണം ചെയ്ത പോലെ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ലാതെ വരുന്നു. കാരണം പല പോപ്പുലേഷനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനുഷ്യന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പോരാ. ഇതില് ജന്തുജന്യ രോഗങ്ങളിൽ പല രോഗാണുക്കളും നമ്മുടെ വന്യമൃഗങ്ങളിൽ ഉണ്ടാവാം. വന്യമൃഗങ്ങളിൽ എപ്പോഴാണ് അവിടുത്തെ എക്കോളജിക്കൽ ഡിസ്ട്രസ് വരുന്നത്, അപ്പോൾ അത് നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിൽ വരാം. ഡൊമസ്റ്റിക് ആനിമൽസ് ഒരു പക്ഷേ അതിന്റെ ആംപ്ലിഫൈങ് ഹോസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അത് മനുഷ്യരിൽ വരുന്നത്. മനുഷ്യരിൽ ഈ രോഗം വരുമ്പോൾ രോഗാതുരത വിൽ ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഹ്യൂജ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. But at the same time, if we have a good surveillance mechanism so that we can find it out at the emergence in the wild animals, or at least in the domestic animals, then we will be able to contain it, and we will not have this much of huge load on morbidity or mortality, but we can really contain that at the early stages of. അതാണ് ഈ നമ്മൾ പറയുന്ന ഏകാരോഗ്യ സമീപനത്തിന്റെ അല്ലെങ്കിൽ വൺ ഹെൽത്ത് മൂവ്മെന്റിന്റെ പ്രധാന സവിശേഷതയും പ്രധാന ഉപയോഗവും. ഇതിൽ ഒരു കാര്യം കൂടി നോക്കണം. പഠനങ്ങള് പറയുന്നത് നമ്മൾ ഈ രോഗനിരീക്ഷണ സംവിധാനം നമുക്ക് ശക്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലത്തോളം താമസിച്ചാണ് രോഗം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എപ്പിഡമിക് കണ്ടെത്തുന്നത്, അതനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് കൺട്രോൾ മെഷേഴ്സ് വിൽ ഗോ അപ്പ്. നമുക്ക് അനിമലിൽ തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അനിമലിന്റെ സിറോളജിക്കൽ സർവേ കൊണ്ട് അനിമലിന് അസുഖം വരുന്നതിന് മുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അനിമൽസിന് അസുഖം വരുന്ന സ്ഥിതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ എക്സ്പോഷർ കുറയ്ക്കാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ഈ കണ്ടെയ്ൻ ചെയ്യുന്നതിന്റെ കോസ്റ്റ് മാത്രമല്ല അത് ഉണ്ടാക്കുന്ന കഷ്ടതകളും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതിന് ആണ് ഈ ഏകാരോഗ്യം വൺ ഹെൽത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. വൺ ഹെൽത്ത് മെത്തേഡ് ഒരുപക്ഷെ പരിഷത്തിന് പുതുമ ഉള്ളതൊന്നല്ല. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ എക്കോളജിക്കൽ കൺസെപ്റ്റ്. നമുക്ക് സന്തുലിതമായ ആവാസ വ്യവസ്ഥ തന്നെയാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഫോക്കസ് നമുക്ക് ഹ്യൂമൻ ഹെൽത്തിനെ നോക്കണം, നമുക്ക് അതിനെ എൻവയോൺമെന്റ് നോക്കണം, അനിമൽ ഹെൽത്ത് നോക്കണം. Animal health, human health, environmental facilitating or the decreasing factors which affect there and all. So if we can look at that and we can take proper control measures, that means actually it should be something outside the health system. We can't rely on health system alone. അതില് ഈ സസ്തനികൾ, നമ്മൾ മാമൽസ് ആണല്ലോ, സസ്തനിൽ കാണുന്ന വൈറസുകൾക്ക് ഒരുപാട് സമാനതകളുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം സസ്തനിയിൽ കാണുന്ന വൈൽഡ് ലൈഫിൽ കാണുന്നതിലും നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിൽ കാണുന്നതിലും നമ്മുടെ ഹ്യൂമനിൽ കാണുന്ന വൈറസുകൾ പരസ്പരം ബന്ധിതമാണ്.
അതുകൊണ്ട് തന്നെ അനിമലിൽ ഏതെങ്കിലും വൈറസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിസീസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷഡ്പദങ്ങളിൽ ഏതെങ്കിലും ഡിസീസ് കൂടുന്നു എന്ന് കണ്ടാൽ അത് ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് മനുഷ്യരിലും ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സസ്തനികൾ പറയുമ്പോഴത്തേക്ക് അതിൽ ബാറ്റ്, നമ്മുടെ വവ്വാൽ പ്രത്യേക സവിശേഷത അർഹിക്കുന്നു. കാരണം പറക്കുന്ന വാവലാണ് അല്ലെ നമ്മുടെ അതുകൊണ്ട് തന്നെ വവ്വാല്, ബാറ്റ്സ് ഒരുപാട് സൂണോട്ടിക് ഡിസീസിന്റെ സ്പ്രെഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വൺ ഹെൽത്ത് കൺസെപ്റ്റില് അതിന് വേറൊരു തലം കൂടിയുണ്ട്. നമ്മുടെ ഉദരത്തിലെ സൂക്ഷ്മാണു സമുച്ചയം, വാട്ട് ഈസ് കോൾഡ് ദ മൈക്രോബയോട്ട. ദാറ്റ് ഈസ് roughly we have around 30 trillion cells in our body. Even many times that of microbes, including bacteria, viruses, fungi, etc., we inhabited that. Actually, they are in our gut. And the entire colony of that microbes we call microbiota. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിയുന്നവരെ നമ്മൾ വിചാരിച്ചു നമ്മൾ മനുഷ്യരിൽ കാണുന്ന ഈ ഡൈവേഴ്സിറ്റി എല്ലാം ജീനോം കൊണ്ട് പറയാമെന്ന്. പക്ഷേ നമ്മൾ കണ്ടു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ 20,000 ജീൻസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇത്രയും ഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടു. അപ്പോഴാണ് എപ്പിജെനറ്റിക്സ് വന്നത്. നമ്മുടെ ജീനുകൾ ആക്ട് ചെയ്യുന്നത് ഇനാക്ട് ചെയ്യുന്നത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ എക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത്. അതില് ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത് ദ മൈക്രോബയോം, ദാറ്റ് ഈസ് ദ എൻറ്റയർ ജെനറ്റിക് പൂൾ ഓഫ് ദിസ് മൈക്രോബയോട്ട, they have a direct role in activation, inactivation of our genetic material. അതുകൊണ്ടാണ് നമ്മുടെ മൈക്രോബയോട്ട എന്നുള്ള കൺസെപ്റ്റ്, താങ്ക്സ് ടു നമ്മുടെ ഇക്ബാൽ സാർ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മൈക്രോബയോം സ്റ്റഡീസിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരു തുക വിലയിരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തുന്നത് നമ്മുടെ ആരോഗ്യവും അനാരോഗ്യവും നമ്മുടെ മൈക്രോബയോട്ടയുടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി, ആഫ്രിക്കൻ നേറ്റീവ്സിന്റെ മൈക്രോബയോട്ട പഠിച്ചു. അവരെ അതേസമയം തന്നെ ന്യൂയോർക്കിലെ സിറ്റി ഡൊല്ലേഴ്സിന്റെ മൈക്രോബയോട്ട നോക്കുമ്പം ആഫ്രിക്കൻ ആൾക്കാരുടെ മൈക്രോബയോട്ടയില് ഏതാണ്ട് 46,000 ഡൈവേഴ്സ് കോളനീസ് ഉണ്ട്. വേറെ ന്യൂയോർക്കില് നോക്കുമ്പോഴത്തേക്ക് അവിടെ 26,000 ഉള്ളൂ. അവർക്ക് പലർക്കും മൾട്ടി മൊബിലിറ്റിയുടെ ഒരു കാര്യം ഈ മൈക്രോബയോട്ട ആണെന്ന് കണ്ടു. വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി, ഒരു ജെയിം ഫ്രീ മൗസില് അവർ പഠനം നടത്തിയപ്പോഴത്തേക്ക് 2 ടിന്നായിട്ടുള്ള ഗേൾസിന്റെ, ഒരു ഗേൾ ഒബീസ് ആണ്, ഒരു ഗേൾ ലീൻ ആണ്. ജെയിം ഫ്രീ മൈസില് ഈ ഒബീസ് ആയിട്ടുള്ള ഗേളിന്റെ ഫീക്കൽ മാറ്റർ ഇനോക്കുലേറ്റ് ചെയ്തപ്പോഴും ആ മൈസുകൾ ഒബീസായി. ലീനായിട്ടുള്ള പെൺകുട്ടിയുടെ ഫീക്കൽ മാറ്റർ ഇനോക്കുലേറ്റ് ചെയ്ത മൗസുകൾ ലീനായിട്ട് തന്നെ തുറന്നു. ഈ 2 മൈസുകളും ലാബറട്ടറിയിൽ ഒരേ അളവിൽ ഫുഡ് കൊടുക്കുകയും മൈസുകൾ ഒരേ അളവിൽ ഫുഡും വാട്ടറും എല്ലാ എവിടെയും കൃത്യമായിട്ട് വെച്ചിരുന്നു. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒബിസിറ്റി പോലുള്ള, ഡിപ്രഷൻ പോലുള്ള, ഡയബറ്റീസ് പോലുള്ള മറ്റു പല ഡിസീസുകളും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മൈക്രോബയോട്ടകളുടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ആണ്. അപ്പൊ മൈക്രോബയോട്ടകൾ എന്ന് പറഞ്ഞാൽ നിമിഷം പ്രതി വളരുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ആയുർവേദത്തിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ പല ഭക്ഷണങ്ങളും മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒരു പക്ഷെ അനാരോഗ്യമാണെന്ന് പറയുന്നതിന് ചില വസ്തുക്കൾ ഉണ്ടാവും. അതിൽ നമുക്ക് പഠനങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും മൈക്രോബയോട്ടകളുടെ ഗണത്തിൽ നമ്മൾ നിന്ന് നോക്കുമ്പോൾ വൺ ഹെൽത്ത് നമ്മുടെ ആനിമൽസിനെ മാത്രമല്ല, ആനിമൽസ് ഹാർബർ ചെയ്യുന്ന മൈക്രോബയോട്ടയുണ്ട്, പ്ലാന്റ്സ് ഹാർബർ ചെയ്യുന്ന മൈക്രോബയോട്ട ഉണ്ട്, ഹോളോ ജീനോം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വൺ ഹെൽത്തിന്റെ ഫലപ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇതിന് നമ്മുടെ ഹെൽത്ത് സെക്ടർ മാത്രം പോരാ, വൺ ഹെൽത്ത് കൃത്യമായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സയൻസ് ആൻഡ് ഡിസിപ്ലിൻസ്, വേരിയസ് ഡിസിപ്ലിൻസ് അവരുടെ മേഖലകളെ എങ്ങനെയാണ് ഉപകാരപ്രദമായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് വരുത്തേണ്ടതുണ്ട്. അവരെ വിശ്വാസ്യതയിൽ എടുക്കേണ്ടതുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. സൊസൈറ്റിയിലെ ബിഹേവിയറൽ സയൻസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ COVID-19 ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കി, ശ്രീജിത്രയും ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്ത ഒരു പ്രശ്നം, നമുക്ക് നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിന്റെ ഒരു പഠനവും ഇല്ല. ഇപ്പം US ആണെങ്കിൽ നാഷണൽ ബിഹേവിയറൽ സർവേസ് ഉണ്ട് റെഗുലർ ആയിട്ട്. നമുക്ക് ഒരു കുഞ്ഞ് ഒരു കുട്ടി എത്ര പ്രാവശ്യമാണ് ഒരു അഡൽട്ട് അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ട് ഇടപഴകുന്നത്, ഒരു കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ എങ്ങനെ സ്പ്രെഡ് ചെയ്യും, ഇങ്ങനെയുള്ള കണക്കുകൾ നമുക്കില്ല, ഇങ്ങനെയുള്ള പഠനങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സൊസൈറ്റിയിൽ കൂടുതലായിട്ടുള്ള സോഷ്യൽ സയൻസസിന്റെ ഇൻപുട്ട് നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഔട്ട്ബ്രേക്കിന് നമുക്ക് നിശ്ചയമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. ഏകാരോഗ്യ സമീപനം ഒരു പുതിയ കാര്യമല്ല. കാരണം ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാ സിസ്റ്റത്തിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്.
ഇന്ത്യയിൽ അത് വളരെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഇപ്പോഴുള്ള പല രോഗ നിരീക്ഷണ സംവിധാനങ്ങളും ഈ വൺ ഹെൽത്തിന്റെ അംബ്രയിലയിൽ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നാഡാർസ് എന്ന് പറഞ്ഞ നാഷണൽ അനിമൽ ഡിസീസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. വെറ്ററിനറി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നിവേദി അവര് ജിയോ സ്പേഷ്യൽ ആയിട്ടുള്ള അനാലിസിസിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൺ ഹെൽത്ത് നാഗ്പൂരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിനെ അസോസിയേറ്റ് ചെയ്ത് ഏതാണ്ട് 27 കൊളാബറേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ഓവർ ദ കൺട്രി കൊണ്ടുവന്നിട്ടുണ്ട്. 2009 റോഡ് മാപ്പ് ടു കൺട്രോൾ ഓഫ് സൂണോട്ടിക് ഡിസീസ് എന്നുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവരും കുറെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു, കുറെ സമ്മേളനങ്ങൾ നടത്തി. വൺ ഹെൽത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വൺ ഹെൽത്ത് നമ്മൾ കൊണ്ടുവരണമെന്ന് നമുക്ക് ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വെറ്ററിനറി കോളേജിൽ വൺ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് അവർ നടത്തുന്നുണ്ട്. പക്ഷെ വൺ ഹെൽത്ത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും പോരാ. നമുക്ക് വേണ്ടത് അതിന് ആർജിതമായ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റ് കൊണ്ടുവരികയാണ്. ഇത്തരണത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഈ ഒരു നേച്ചറിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളോട്ട് ക്ഷണിക്കുകയാണ്. ജൂലിയറ്റ് ബെഫോർഡ് ആൻഡ് ആൾ. അതിലെ ഒരു ആദർ നമ്മുടെ ഗഗൻദീപ് കൗർ മാഡമാണ്, CMC വെല്ലൂരിലെ മൈക്രോബയോളജിസ്റ്റ്. ആൻഡ് അവര് നോക്കുന്നത് ഈ 21st സെഞ്ചുറി എപ്പിഡമിക്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7 കാര്യങ്ങളിലാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ്. ഒന്ന്, ഒരു ആരോഗ്യ രക്ഷാ സംവിധാനം, ബദ്ധശ്രദ്ധമായ ആരോഗ്യ രക്ഷാ സംവിധാനം. പകർച്ചവ്യാധികൾക്ക് നമുക്ക് നമ്മൾ ഇന്നൊക്കെ തുടർന്ന് വരുന്ന ഒരു നീ ജെർക്ക് ഫിനോമിന പോരാ. പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആക്ട് ചെയ്യുക എന്നുള്ള. പക്ഷെ പകർച്ചവ്യാധികൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടതുണ്ട്, ജനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ടതുണ്ട്. അത് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഫലപ്രദമായ ആശയവിനിമയം ഞാൻ നേരത്തെ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ മാത്രം പോരാ, വെറ്ററിനറി മെഡിസിനെ കൊണ്ടുവരണം, ഒരുപക്ഷെ അഗ്രികൾച്ചർ കൊണ്ടുവരണം, മറ്റു ശാസ്ത്ര ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട് വരണം. ചിലപ്പോൾ എപ്പിഡമിക്സുകൾ ആദ്യം കണ്ടെത്തുന്നത് ക്രിട്ടിക്കൽ കെയറിലായിരിക്കും. നമുക്ക് ഇപ്പം സിക്ക ആദ്യമായിട്ട് US കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻസ് ആണ്. അപ്പം എല്ലാവരുമായിട്ടും ഫലപ്രദമായ ഒരു ആശയവിനിമയം ആവശ്യമാണ്. സാമൂഹ്യ ശാസ്ത്ര ശാഖകളുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു എപ്പിഡമിക്സ് സംഭവിക്കുമ്പം നമ്മൾ ഗവൺമെന്റുകൾ ചാടിക്കേറി ചെയ്യുന്ന പല കൺട്രോൾ സ്ട്രാറ്റജീസും എങ്ങനെയാണ് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളെ അഫക്ട് ചെയ്യുന്നത്, അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്ക്ഡൌൺ അത് നമ്മളെ എല്ലാവരെയും ഒരുപോലെയല്ല ബാധിച്ചത്. ഒരുപക്ഷെ മൈഗ്രന്റ് വർക്കേഴ്സിനെ എങ്ങനെയാണ് അത് ബാധിച്ചത്, ആൻഡ് ഹൗ ഇറ്റ് അഫക്റ്റഡ് ദ മാർജിനലൈസ്ഡ് സെക്ഷൻസ്, ദാറ്റ് we have to see. And അവിടെയാണ് നമ്മുടെ ആന്ത്രപ്പോളജിയും നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ശാസ്ത്രജ്ഞർക്കും ഒരു പക്ഷേ ഈ പൊതുജനാരോഗ്യ രംഗത്തിന് ഒരു മാനവിക മുഖം കൊടുക്കാനായിട്ട് പറ്റും. പൊതുജനാരോഗ്യം ഡിസിഷൻസ് പലപ്പോഴും അത്ര ജനഹിതമാവുന്നില്ല ചിലപ്പോഴൊക്കെ. പക്ഷെ അതിനെ എത്രത്തോളം ജനങ്ങൾക്ക് അനുയോജ്യമാകും, ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാം എന്ന് കണ്ടെത്തുന്നതിന് നമുക്ക് സാമൂഹ്യ ശാസ്ത്ര ശാഖകളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ നൈതിക ശാസ്ത്രത്തിന്റെ വികസനം, നമ്മുടെ എത്തിക്സ് science, the science of ethics. When epidemics comes, how can we do studies on a barefoot basis? For example, Zika actually it affects, we know that it affects the major problem is with pregnant women. So, but many of the health research actually we will exclude pregnant women because we are not sure about what will be the effect on the offspring and all. But fortunately, because of COVID and all, now the science of ethics is also developing. അത് നമുക്കും അത്യാവശ്യമായ കാര്യമാണ്. ഇനി ഒന്ന്, നവസാങ്കേതിക വിദ്യകളുടെ ഓപ്റ്റിമൽ യൂട്ടിലൈസേഷൻ, ഉത്തമ ഉപയോഗം എന്നുള്ളതാണ്. ഇതുവരെയുള്ള കാലത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും, രാമൻ സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള ക്രിസ്റ്റലോഗ്രാഫി മെത്തേഡ്സ് ആയാലും, മൈക്രോ ഫ്ലൂയിഡിക്സ്, നമ്മുടെ ലാബ് ഓൺ എ ചിപ്പ് തനക്കുള്ള നവ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആയാലും, ഇതെല്ലാം നമുക്ക് നൈസ് ടു നോ, അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളൊരു സമീപനമായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സാങ്കേതിക വിദ്യകളായിട്ട് നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി ഇനി വരുന്ന എപ്പിഡമിക്കുകളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അതുപോലെ മാത്രമല്ല, നമ്മുടെ ഗവേഷണ തലത്തിൽ നമുക്ക് ഇന്നോവേഷൻസോ ചടുലമായ നീക്കങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഐ ജസ്റ്റ് ഗിവ് യു ആൻ എക്സാമ്പിൾ ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ലൈക്ക് ഇഫ് വി ഹാവ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, in
To address infectious diseases from a One Health perspective, we have to get data from varied sources, data from health system, from agriculture, from human resources department, etc. How can we bring all the data together? That GIS will help. If we geocode that thing, if we attribute the latitude and longitude of each and every point, then we'll be able to do layered analysis across various sectors. So GIS will be helpful. And precision public health. For example, സിക്ക വൈറസ് വന്നപ്പം വെസ്റ്റേൺ കൺട്രിയിൽ ഫ്ലോറിഡയിൽ പോലും അവിടെ 2 കൗണ്ടിയിൽ മാത്രമാണ് അവർ കൺട്രോൾ സ്ട്രാറ്റജീസ് ഏതാണ്ട് 5 കിലോമീറ്റർ സ്ക്വയർ അളവിലുള്ള 2 കൗണ്ടിയിൽ മാത്രമാണ് അവർ കൺട്രോൾ മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കൺട്രിയിലെ കൺട്രോൾ സ്ട്രാറ്റജീസ് അവർ റിലാക്സ് ചെയ്തു, മറ്റടുത്ത് സ്ട്രെങ്തൻ ചെയ്യേണ്ടി വരും. കാരണം കൃത്യമായിട്ട് അപ്പം GISും ഡാറ്റാ സയൻസ് അപ്രോച്ചും കൊണ്ട് വിൽ ബി ഏബിൾ ടു ടേക്ക് ഫൈൻ location where we can do control strategies. That's applicable to many diseases like tuberculosis also. കേരളത്തിൽ നമ്മൾ ഒരുപാട് ഡേറ്റ, ഹെൽത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹെൽത്ത് ആയാലും ഷൈഡി ആപ്പിലൊക്കെ ആയാലും. പക്ഷെ ഡേറ്റ കളക്ട് ചെയ്താൽ മാത്രമേ പോരാ, ഡേറ്റ യൂസ് ചെയ്യണം. ഡേറ്റ യൂസ് ചെയ്യുന്നതിന് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലെങ്കിലും നമുക്ക് ഉള്ള ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള കേപ്പബിലിറ്റി വേണം, അപ്പൊ അതിനുള്ള ട്രെയിനിങ് വേണം, അതിനുള്ള കോമ്പിറ്റൻസി വേണം. അതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ alone will not solve the problem. ഇത് എല്ലാം കൊണ്ടുവരുന്നതാണ് ഏകാരോഗ്യ സമീപനം അല്ലെങ്കിൽ വൺ ഹെൽത്ത് അപ്രോച്ച്. ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏക ആരോഗ്യ സമീപനം വൺ ഹെൽത്ത് അപ്രോച്ചുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ദിസ് ഇസ് മൈ ലാസ്റ്റ് സ്ലൈഡ്. This is interesting. Actually, we have been telling that Kerala is good compared to other states. Kerala is doing good and all. But now, this McKinsey group, the global think tank, they have come up with a pixelated overview of world health. And what they have done that they have made Earth, the entire globe, into around 40,000 small geographic units. അപ്പോൾ നമ്മൾ 178 കൺട്രി ലെവൽ അനാലിസിസിന് പകരം ഏതാണ്ട് 40,000 സ്മോൾ ജിയോഗ്രഫിക് യൂണിറ്റ്സ് വെച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 lakhs പോപ്പുലേഷൻ വരുന്ന കണക്കുള്ള അനാലിസിസ്. അങ്ങനെ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ US തന്നെ 1/3 ഓഫ് പോപ്പുലേഷൻ ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് ഇൻഎഡിക്കസീസ്. ആൻഡ് ഇൻ ഇന്ത്യ, not only in Kerala, so many micro pockets in India which are doing much better than the global average. And in Kerala, actually, there are only few sports. There are many other few sports available. So when we are taking state as such, now we have to stop taking states as such. We have to look at what's happening in various small locations. And if we can understand what's happening there and come up with the proper control measures, then probably we'll be able to come up with newer methods. So that is in conclusion what I have tried to discuss you, that One Health is a good movement and actually is not much different from the Parishat concept of ecological or sustainable ecological development. At the same time, just preaching on One Health will not help. In order to bring in One Health, we have to bring in systems and we have to provide competency training for the people who are concerned. Then only we can go ahead with One Health.